തൃശ്ശൂരിൽ നടക്കുന്ന കേരള കലോത്സവം കാണാൻ പോയല്ലോ നമുക്ക്. പിന്നെ ഒന്നും നോക്കില്ല, ഞാനും ഫ്രണ്ടും കൂടി ബൈക്ക് എടുത്ത് നേരെ വിട്ടു. ഞങ്ങൾ പോയത് ഒരു 11 ടൈമിലാണ്. നല്ല വെയിലുണ്ടായിരുന്നു. അവിടെ ചെന്നതും ഫ്രീ ആയിട്ട് സംഭാരം കൊടുക്കണ്ടായിരുന്നു. ഈ വെയിലത്ത് സംഭാരം കുടിച്ചതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ പാർക്കിംഗ് ഒക്കെ അറിയണമെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്താൽ അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ സൂര്യ ടിവിന്റെ വണ്ടി ഉണ്ട്. അവിടെ തന്നെ NCC കേഡറ്റ്സിനെ ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നത് കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്നത് ദേ പോണു റിപ്പോർട്ടർ ചാനലിന്റെ വണ്ടി. ഞാൻ ആദ്യമായിട്ടാണ് കേരള കലോത്സവം കാണാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്നു വരുമ്പോൾ അവിടെ ഏഷ്യൻ ന്യൂസ്, മാതൃഭൂമി, മനോരമ, റിപ്പോർട്ടർ എല്ലാ ചാനലിന്റെ വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ സ്റ്റേജ് വണ്ടിന്റെ അടുത്തേക്ക് പോയി. സ്റ്റേജ് 1 ആണ് ഏറ്റവും വലുത് തോന്നുന്നു. കാരണം ഇവിടെ വന്നിട്ടാണ് CM എല്ലാം ഉദ്ഘാടനം ചെയ്തിട്ട് പോയത്. അത് മാത്രമല്ല 64ാമത് കേരള കലോത്സവത്തിന് അവർ സെറ്റ് ചെയ്ത് വെച്ച് തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് കുറേ പേര് ഫോട്ടോ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ ഉള്ളിൽ പോയി. പറയാനില്ല, വലിയ സ്റ്റേജും കുറേ പേർക്ക് ഇരിക്കാനുള്ള സീറ്റും ഉണ്ട് അവിടെ. ബാക്കിൽ മാത്രമായിരുന്നു കസേര ഫ്രീ ആയിട്ടുള്ളൂ. ഫ്രണ്ട് റോ എല്ലാം ഫില്ലായിരുന്നു. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നേരെ നടന്ന് ഫ്രണ്ടിൽ പോയി. ഇത് നടക്കാൻ തന്നെ കുറേ ഉണ്ട് ഈ സ്റ്റേജിൻ്റെ ഫ്രണ്ട് എത്താൻ വേണ്ടിയിട്ട്. കേരള കലോത്സവം ആയതുകൊണ്ട് എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം നല്ല തിരക്കും കച്ചവടക്കാർക്ക് നല്ല കച്ചവടമായിരുന്നു. ഇത് മാത്രമല്ല, ഇവിടെ തന്നെ 3 സ്റ്റേജും കൂടി ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തപ്പുറത്തായിട്ടാണ്. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇനി പോകണം. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ 64ാമത് കേരള കലോത്സവം പറഞ്ഞിട്ട് വേറൊരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, നേരെ അതിൻ്റെ മുന്നിൽ കയറി ഒരു ഫോട്ടോ അങ്ങോട്ട് എടുത്തു. അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് വെളിയിൽ ഇറങ്ങുമ്പോഴാണ് ഫ്രീ ആയിട്ട് നാരങ്ങ വെള്ളം കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരെ പോയിട്ട് 2 നാരങ്ങ വെള്ളം അവിടെ നിർത്തി. പിന്നെ ഞങ്ങൾ സ്റ്റേജിൻ്റെ സൈഡിൽ കൂടെ നടന്നപ്പോൾ ദീപിക, മംഗളം, ദേശാഭിമാനി എല്ലാ പത്രക്കാരും അവിടെ ഉണ്ട്. ഇവരുടെ അടുത്തേക്ക് പോയാൽ മതി, ഇവരെന്തെങ്കിലും നമുക്ക് ഫ്രീ ആയി തരും. അവരുടെ പത്രമോ ബുക്കോ എന്തായാലും എന്തെങ്കിലുമൊക്കെ തരും അവർ. ഞങ്ങൾക്ക് ദീപികയും ദേശാഭിമാനിയും മംഗളവും ഓരോ പത്രം വെച്ച് കിട്ടി. അതുകൊണ്ട് സുപ്രഭാതം ദിനപത്രം ഒരു ഐറ്റം ചെയ്യേണ്ടായിരുന്നു. അതിലായിരുന്നു കൂടുതൽ പേര് ക്രൗഡായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു VR ഉള്ള കാരണം അവിടെ കുറേ പേര് നോക്കിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സുപ്രഭാതം ദിനപത്രം ഞാൻ കേട്ടിട്ട് പോലുമില്ല അവിടെയും. അതുകൊണ്ട് കുറച്ച് വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ട് വന്നപ്പോഴാണ് ഇവിടെ ഒരാൾ നിൽക്കുന്നത്. ഇയാളിന് മനസ്സിലായെങ്കിലും അതെ, ഇതാണ് തൃശ്ശൂർ ജില്ലാ കളക്ടർ. പിന്നെ ജില്ലാ കളക്ടറിന് ആളുടെ വണ്ടിയെല്ലാം കുറച്ച് നേരം നോക്കിയിരുന്നു അവിടെ. അത് കഴിഞ്ഞ് വേറൊരു ഭാഗത്ത് ന്യൂസ് ചാനലിൻ്റെ എല്ലാം പരിപാടികളുണ്ടായിരുന്നു. എല്ലാ ന്യൂസും ഉണ്ടായിരുന്നു. 24 റിപ്പോർട്ടർ, അങ്ങനെ പറഞ്ഞാൽ കേരളത്തിലുള്ള ഒട്ടുമിക്ക ന്യൂസ് ചാനലിൻ്റെ ക്യാബിൻസും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയത് കൊച്ചു ടിവിൻ്റെ ക്യാബിനിക്കാണ്. അവിടെ കൊച്ചു ടിവിൻ്റെ സിംഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ പേര് വന്ന് പാട്ടൊക്കെ പാടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പങ്കെടുക്കാൻ വന്ന മത്സരാർത്ഥികൾ തന്നെ കുറേ നടന്നുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിഷമുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് നേരെ ഹോട്ടലിൽ പോയി. അങ്ങനെ കൂട്ടുകാരനെ ഒരു ഊണും പറഞ്ഞു, ഞാൻ ഒരു ഷാർജ ഷേക്കും പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നന്നായി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം ഇവിടെ വന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് എൻ്റെ വയറ് നിറഞ്ഞു. അത് കാരണം ഞാൻ ഫുഡൊന്നും പറഞ്ഞില്ല. ഷാർജ ഷേക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മുടെ വയറിന് അതെല്ലാം ധാരാളമായിരുന്നു. അങ്ങനെ അതും കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് നമ്മൾ നേരെ പോകുന്നത് സ്റ്റേജ് 2ക്കാണ്.